കത്വ ഭീകരാക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകാൻ സൈന്യം. ഭീകരർക്കെതിരെ നടപടി കടുപ്പിക്കാൻ പ്രതിരോധ മന്ത്രി സൈന്യത്തിന് നിർദ്ദേശം നൽകി. ജമ്മുകശ്മീരിലെ ദോഡ വനമേഖലയിലും ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. കത്വ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതി വിലയിരുത്തി. ഉന്നതതല യോഗത്തിൽ സംയുക്ത സൈനിക മേധാവിയും കരസേനാ മേധാവിയും പങ്കെടുത്തു. പാക് അതിർത്തി ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള കമാൻഡറുമായി കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ആശയവിനിമയം നടത്തി. അതിർത്തി കടന്നെത്തിയ 4 ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. അതിർത്തി കടന്നെത്തിയ ഭീകരർക്കൊപ്പം ആക്രമണത്തിൽ പ്രദേശവാസിയായി പ്രവർത്തിക്കുന്ന 2 പേരും പങ്കെടുത്തുവെന്നും വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കത്വയിലെ മച്ചേടി മേഖലയിൽ പെട്രോളിംഗ് സംഘത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ 5 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. നിയന്ത്രണ രേഖയിൽ സൈന്യം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കശ്മീർ താഴ്വരയിലും ജമ്മു മേഖലയിലും സൈന്യം അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. CRPFും സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് ഭീകരരെ കണ്ടെത്തുന്നതിനായി ഒളിത്താവളങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.